നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ ലക്ഷങ്ങൾ അണിനിരന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ട മനുഷ്യച്ചങ്ങലയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സ്ത്രീകളും കുട്ടികളും കണ്ടുചേർന്നു. ജനകീയ മനുഷ്യച്ചങ്ങലയാണ് തീർത്തതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. മനുഷ്യച്ചങ്ങലയിൽ കേന്ദ്രത്തിന്റെ കണ്ണ് തുറക്കുമോ എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഷമീർ ടി.പി, ഇടത് സഹയാത്രികൻ, അജി കുര്യാക്കോസ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, രമേശ് മാണിക്കോത്ത് ബി.ജെ.പി പ്രതിനിധി എന്നിവരാണ്. ശ്രീ ഷമീർ ടി.പി, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ അണിനിരന്ന മനുഷ്യച്ചങ്ങലയാണ് ഇന്ന് കേരളം കണ്ടത്, രാജ്യം കണ്ടത്. ഇത് ജനകീയ ചങ്ങലയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിന് ഒരു തിരുത്തിന് ഇത് അവസരമൊരുക്കും എന്നതാണോ നിങ്ങൾ കരുതുന്നത്? ജനങ്ങൾ ഈ സമരത്തെ ഏറ്റെടുത്തു എന്ന അവകാശവാദത്തിൽ എത്രമാത്രം സത്യമുണ്ട്? രേണുക, കേവലം അവകാശവാദത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. 20 ലക്ഷത്തിലേറെ ജനങ്ങൾ അണിനിരന്ന ഒരു സമരം കേരളത്തിന്റെ വീഥികളിൽ ജനങ്ങൾ കണ്ണു തുറന്ന് കണ്ട ഒരു സായന്ത്രമാണ് കടന്നു പോകുന്നത്. ഞാനിപ്പോൾ രേണുകയുമായുള്ള ഈ ചർച്ച വരുന്നതിന് മുമ്പ് മറ്റൊരു ദൃശ്യമാധ്യമത്തിലുള്ള ഒരു ചർച്ച കാണുകയായിരുന്നു. അവർ ഈ സമരത്തെക്കുറിച്ചുള്ള ഒരു സായാഹ്ന ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന തലവാചകം ഡിവൈഎഫ്ഐയുടെ സംഘാടന മാജിക് എന്നാണ്. പക്ഷേ സത്യത്തിൽ ആ വാചകത്തോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം അത് കേവലം ഒരു മാജിക്കിന്റെ പുറത്ത് സംഭവിച്ചതല്ല. കേരളത്തിന്റെ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സമീപനങ്ങൾ, അതല്ലെങ്കിൽ ദ്രോഹപരമായ നടപടികൾക്കെതിരെ കേരളത്തിന്റെ സമൂഹ മനസാക്ഷി ഒന്നിച്ച് പ്രതികരിക്കുന്ന ഒരു സായന്തനത്തിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് നമ്മൾ ഇന്ന് കേരളത്തിന്റെ തെരുവീഥികളിൽ കണ്ടത്. 20 ലക്ഷത്തേറെ ജനങ്ങൾ അണിനിരക്കുന്ന ഒരു സമരം കണ്ടുകൊണ്ട്, ആ പ്രതിഷേധ സൂചന സമരം കണ്ടുകൊണ്ട് കണ്ണു തുറന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കേന്ദ്രം കണ്ണു തുറക്കുക? ഡിവൈഎഫ്ഐ നടത്തിയ ഈ വലിയ പോരാട്ടം വളരെ കുറച്ച് സമയങ്ങളെ ഡിവൈഎഫ്ഐക്ക് ഈ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ബഹുജന പങ്കാളിത്തം കൊണ്ട് ഇന്ത്യയിൽ ഒന്നാകെ ജനങ്ങളെ ശ്രദ്ധ പതിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സമരം സമൂഹ മനസാക്ഷിക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞു. ഡിവൈഎഫ്ഐ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ ഞാൻ കണ്ടു. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു വീട്ടമ്മയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ സമരത്തിൽ എന്തിനാണ് നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്തത് എന്ന്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ജനദ്രോഹ സമീപനങ്ങൾക്കെതിരെയാണ് ഞാനും എന്റെ മക്കളും ഈ സമരത്തിൽ വന്നിരിക്കുന്നതെന്നാണ് ആ വീട്ടമ്മ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള 20 ലക്ഷത്തിലേറെ ജനങ്ങളെ കേന്ദ്രത്തിന്റെ സമീപനങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുവാനുള്ള, എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ആ സമീപനം തന്നെ വൻ വിജയത്തോടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ, റെയിൽവേ സമീപനത്തിൽ റെയിൽവേയുടെ കാര്യത്തിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണന, മറിച്ച് യുവാക്കളുടെ കാര്യത്തിൽ നിരോധനം, ഇവിടെ നിയമനം ഒന്നും നടക്കുന്നില്ല, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുള്ള എല്ലാ നിയമനങ്ങളും റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതും പോരാതെ ജീവിതത്തിന്റെ അതല്ലെങ്കിൽ സാമൂഹ്യ പുരോഗതിയുടെ സകല മേഖലകളിലും വലിയ ഉന്നമനം പല മേഖലകളിൽ അനുഭവിക്കുന്ന, പല രീതിയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇനിയും സഹിക്കണമോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ ഈ സമരം സംഘടിപ്പിച്ചത്. പ്രവാസ ലോകത്തിരുന്ന് നോക്കുമ്പോൾ അതൊരു വലിയ ജനങ്ങളുടെ ശബ്ദമായി തന്നെയാണ് ഷമീർ ടി.പി അതിനെ വിലയിരുത്തുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ അജി കുര്യാക്കോസ്, പല വിധത്തിൽ കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ് കേന്ദ്രത്തിന്റെ നയങ്ങൾ. 10 വർഷം സഹിച്ചു, ഇനിയും സഹിക്കണമോ എന്ന ചോദ്യം ഉയർത്തി യുവാക്കൾ പ്രതിഷേധിച്ചു. അതിൽ യുവാക്കൾ മാത്രമല്ല അണിനിരന്നത്, സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് നമുക്ക് പറയാം അണിനിരന്ന വലിയ ഒരു ജനകീയ സമരമായി അത് മാറുന്നു. ഈ സമരം ഒരു തുടക്കമാണ്. അടുത്ത മാസം 8-ന് ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സമരത്തിന്റെ തുടക്കം ഇവിടെ കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു ജനകീയ സമരം, ജനകീയ വിഷയങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് UDF തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്ന ജനങ്ങളുടെ പങ്കാളിത്തം നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നുണ്ടോ? തീരുമാനം തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ?
ആദ്യമായിട്ട് പറഞ്ഞോട്ടെ, ഇപ്പം ഈ ജനപങ്കാളിത്തത്തെ കുറിച്ച് അത് ചോദിച്ചുകൊണ്ട് പറയാനാണ്. ഇപ്പൊ ഷമീർ പറഞ്ഞു അദ്ദേഹം ഒരു ചാനലിൽ ചർച്ചയിൽ കണ്ടു, ആ ചാനൽ ചർച്ചയുടെ ഹെഡിങ് ഒക്കെ വായിച്ച് പുളകിലിനായിട്ട് ഇരിക്കുകയാണ്. അത് കൈരളി ആയിരിക്കും എന്ന് ഉറപ്പാണ്, വേറെ സംശയമൊന്നുമില്ല. കാരണം കൈരളി അല്ലാതെ അതെ മീഡിയ വണ്ണായിരിക്കും, സ്വാഭാവികം. മീഡിയ വണ്ണായിരിക്കും, റിപ്പോർട്ടർ ആയിരിക്കും, കൈരളി ആയിരിക്കും, അതൊക്കെ സ്വാഭാവികമാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഈ കൈ കൊടുക്കലും ചങ്ങല തീർക്കലും ഒരുമിച്ച് വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് അടിയും അതുപോലെ ഉപദേശവും ഒരുമിച്ച് വേണ്ട. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ കൈ കൊടുക്കുന്നതിനും നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്നതിനും വേണ്ടി മാത്രമായിട്ട് ശ്രീ പിണറായി വിജയൻ കൽക്കട്ടയിൽ നടക്കുന്ന ജ്യോതി ബസുവിന്റെ ഒരു പരിപാടി പോലും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ വരികയാണുണ്ടായത്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയാണ് ചെയ്തത്. ശ്രീ അജി കുര്യാക്കോസ്, അതിനെ രണ്ടായി കാണണ്ടേ? മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഉണ്ടാകുന്നു, അതൊരു ആതിഥേയ മര്യാദ എന്ന നിലയിൽ നമുക്ക് കണ്ടുകൂടെ? കേരളത്തിന് പദ്ധതികൾ അനുവദിക്കുന്നു, കേരളത്തിന് അർഹതപ്പെട്ടത് തരുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് പ്രതിഷേധിക്കാം. കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടുമ്പോൾ അതിന് നന്ദി പറയുന്നു, അതൊരു സാമാന്യ മര്യാദയല്ലേ? ഇല്ല മാഡം, പഞ്ചായത്ത് മെമ്പറെ പോലെ കേരളത്തിലെ ഏതൊക്കെ ആരുടെയൊക്കെയോ കല്യാണങ്ങളിലും വിവാഹങ്ങളിലും പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി വരുമ്പോൾ എന്നും പോയി മുഖ്യമന്ത്രി പോയി സ്വീകരിക്കുന്ന നിർബന്ധമൊന്നുമില്ല. 4 ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ വന്നു പോയതാണ്. ആ വിഷയത്തെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. ഇനി അങ്ങനെ പോയി എന്ന് തന്നെ കരുതുക. എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കേന്ദ്ര അവഗണനയെ കുറിച്ച് അദ്ദേഹത്തെ ബോധിപ്പിക്കാനായിട്ട്. ഇവിടെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിട്ടിൽ കണ്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഗിമ്മിക്കാണ് കാണുന്നത്. കൃത്യമായ മാനേജ്മെന്റ്, കൃത്യമായ നികുതി പിരിവ്, കേരളത്തിലെ ദൂർത്ത്, ഇതെല്ലാം അവസാനിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായ പൈസ ഉപയോഗിക്കുക. കേന്ദ്രം തരാത്ത പൈസയുടെ കണക്കൊക്കെ നമ്മൾ കേന്ദ്രത്തെ മുഴുവനായിട്ട് അംഗീകരിച്ച് പറയുന്നതല്ല. പക്ഷെ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കേണ്ടതും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസയും കൃത്യമായ മാനേജ്മെന്റിലൂടെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ട് എന്റെ കുറ്റം മറ്റൊരാളുടെ തലയിൽ പഴി ചേരുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് കൂട്ടുപിടിക്കേണ്ടെന്ന് മാത്രമേ കോൺഗ്രസ് പറഞ്ഞുള്ളൂ. കോൺഗ്രസ് അന്നും ഇന്നും എന്നും കേന്ദ്രത്തിലുള്ള BJP ഗവൺമെന്റ് മുഖ്യ ശത്രുവാണ്. തീർച്ചയായും ശ്രീ അജി കുര്യാക്കോസ്, നിങ്ങൾ മുഖ്യ ശത്രു എന്ന് പറയുന്നു, പക്ഷേ മുഖ്യ ശത്രുവിനെതിരെ യോജിച്ച പോരാട്ടത്തിന് എവിടെയും നിങ്ങൾ സന്നദ്ധമാണെന്ന് നിങ്ങൾ പറയുന്നു. അതുപോലെ യോജിച്ച് മുന്നേറാൻ വേണ്ടി നിങ്ങൾ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നു, കഴിയുന്നത്ര വിട്ടുവീഴ്ച ചെയ്ത് അവരുമായിട്ടൊക്കെ സഹകരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ശക്തമായ സമരം ഡൽഹിയിൽ പോയി നടത്താമെന്ന് പറഞ്ഞ് കൈ ചോദിക്കുമ്പോൾ നിങ്ങൾ കൈ കൊടുക്കുന്നില്ല. കേന്ദ്രത്തിനെതിരെ ശക്തമായ ഒരു ഭാരത് ജോഡോ യാത്ര ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയല്ലോ കേരളത്തിലൂടെ. ഏതെങ്കിലും മന്ത്രിമാർ കൈകൊടുത്തോ? ഏതെങ്കിലും മന്ത്രിമാരെങ്കിലും മുന്നിൽ വന്നോ? എല്ലാവരും ക്ഷണിച്ചിരുന്നല്ലോ. ആരെങ്കിലും വന്നിരുന്നു ഒരു ജാഥയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ജില്ലയിലെ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു മന്ത്രി, അതല്ല വേണ്ട പാർട്ടി സെക്രട്ടറി പങ്കെടുത്തുവോ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അത് രാഷ്ട്രീയവും ഇത് രാഷ്ട്രീയവുമല്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയമായി ഈ സമരത്തിൽ പങ്കുചേരുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന ഒരു വിലയിരുത്തൽ കൂടിയാണ് കോൺഗ്രസിനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. രണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് മുന്നണിയിൽ നിൽക്കുമ്പോൾ അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക മാത്രമായിരിക്കും സാധ്യമാവുക. എന്നാൽ ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്. ശ്രീ രമേശ് മണിക്കോത്ത്, നോക്കൂ, ഇവിടെ ഇന്ന് ഡിവൈഎഫ്ഐ യുവജനങ്ങൾ അണിനിരക്കുന്ന ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ആബാലവൃദ്ധം ജനങ്ങൾ പങ്കെടുക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ആ ചങ്ങലയിൽ കണ്ണിച്ചേരുന്നു. പലയിടത്തും അതൊരു മനുഷ്യമതിലായി മനുഷ്യക്കോട്ടയായൊക്കെ മാറുന്ന തരത്തിലുള്ള ജനപങ്കാളിത്തം കാണുകയാണ്. ഈ ക്ഷേത്ര ദർശനത്തിനിടയിൽ ഈ ജനരോഷം കാണാൻ പ്രധാനമന്ത്രിക്ക് സമയം കിട്ടുമോ? അദ്ദേഹം കാണുമോ? നമസ്കാരം. ഇപ്പോ CPM-ന്റെ പ്രതിനിധി പറഞ്ഞത് ഡിവൈഎഫ്ഐ ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കി. ഡിവൈഎഫ്ഐക്കും CPM-നും കേരളത്തിൽ ഇതുപോലൊരു മനുഷ്യച്ചങ്ങനെ ഉണ്ടാക്കും. ഒരൊറ്റ ദിവസം മതി, തലേ ദിവസം ഒരു സർക്കുലറിൽ പോയാൽ മതി, അത് ബ്രാഞ്ച് തലം വരെ വരും, ഇതിലും കൂടുതൽ വരും. അതിൽ വലിയ ഇതൊന്നുമില്ല, അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് കേന്ദ്രം കണ്ണു തുറക്കുമോ? ഞാൻ പറഞ്ഞത് കേന്ദ്രമല്ല. അപ്പൊ അങ്ങനെയുള്ളവരാണോ ഈ മോദി വരുമ്പോഴും ഒക്കെ കൂടുന്നത്? അങ്ങനെയാണോ ആള് കൂടുന്നത്? അറിയില്ല, ഓരോ സംഘടനയുടെ കാര്യമാണല്ലോ. നിങ്ങൾ അന്ന് പറഞ്ഞത് വലിയ സംഭവമാണ്. അവർക്ക് കേരളത്തിൽ അവർക്ക് വളരെ ഈസിയാണ്, അത് വലിയ സംഭവം അല്ലെന്ന് ഞാൻ പറയുന്നത്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞു കേന്ദ്രം കണ്ണു തുറക്കണം. കേന്ദ്രമല്ല കണ്ണു തുറക്കേണ്ടത്, കണ്ണ് തുറക്കേണ്ടത് കേരള സർക്കാരാണ്. കേരള സർക്കാർ കണ്ണു തുറന്നിട്ട് ഇവിടെ നടക്കുന്ന മിസ്മാനേജ്മെന്റ് അത് മാറ്റണം. ശക്തമായ ഒരു ഭരണം, ഇവിടെ കിട്ടാനുള്ള റവന്യൂ റിക്കവറി, വിഭവ സമാഹരണം, ഇതൊന്നും ചെയ്യുന്നില്ല. CAG റിപ്പോർട്ട് പ്രകാരം 28 ലക്ഷം കോടി കിട്ടാനുണ്ട്. എങ്ങനെയാ കിട്ടുക? പിരിക്കാൻ പോകുന്ന ആൾക്കാർ തന്നെയാണ് ഇവരുടെ കലാപരിപാടിക്ക് പിരിക്കാൻ പോകുന്നത്. കേരളീയത്തിന് പിരിവെടുത്തു,
നവകേരള യാത്രക്ക് പിരിവെടുത്തു. ഇതിനൊക്കെ പിരിവെടുക്കുന്നത് ഈ ടാക്സ് പിരിക്കാൻ പോകുന്ന ആൾ തന്നെയാണ്. അവള് പിറ്റേ ദിവസം പോയിട്ട് ടാക്സിന് ചോദിച്ചാൽ കിട്ടാക്കിടമായി കിടക്കുന്ന ഈ നികുതി ചോദിച്ചാൽ ആരാ കൊടുക്കുക? ആരും കൊടുക്കില്ല. നീ പൊക്ക, നമ്മൾ പിന്നെ വിളിക്കാന്ന് പറയും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതിനു പകരം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി ഡിവൈഎഫ്ഐക്ക് ഒരു കാര്യമുണ്ട്. ഡിവൈഎഫ്ഐക്ക് എപ്പോഴും ഫ്യൂവൽ വന്നുകൊണ്ടേയിരിക്കണം. എത്ര കാലം ഇങ്ങനെ വെറുതെ ഇരിക്കുക? ഇതിപ്പോ രണ്ടാമത്തെ മോദി സർക്കാരാണ്. ആദ്യത്തെ സർക്കാർ കഴിഞ്ഞപ്പോ അവർ പ്രാർത്ഥിച്ചു ഇതുകൊണ്ടെങ്കിലും തീരുന്ന് വിചാരിച്ചു. അതാ വന്നിരിക്കുന്ന രണ്ടാമത്തെ സർക്കാർ. ഒരു സമരം ചെയ്യണ്ടേ? എന്തൊക്കെ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഇവര് വീണാ വിജയനെതിരെ സമരം ചെയ്യൂ. അപ്പൊ എന്താണ് ഡിവൈഎഫ്ഐനെ കൊണ്ട് മനുഷ്യച്ചങ്ങല? ഇനിയിപ്പോ ഡൽഹി പോയിരിക്കുന്നു, ഇരിക്കട്ടെ. നമുക്ക് കണ്ണു തുറക്കാനൊന്നുമില്ല. കൊടുക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ റവന്യൂ ഗ്രാന്റില് കേരള 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനം കൊടുത്തത് വെസ്റ്റ് ബംഗാളിലാണ്. 2ാം സ്ഥാനം കേരളത്തിലാണ്. എവിടെയാണ് വിവേചനം? പിന്നെ 2.5 1.9 എങ്ങനെയാ വന്നത്? അത് ജനസംഖ്യ അനുപാതികമായിട്ട് ധനകാര്യ കമ്മീഷന്റെ ഇത് പ്രകാരം വന്നതാണ്. എപ്പോഴും ഇത് തന്നെ കേരളത്തിന്റെ തെറ്റാണോ ശ്രീ രമേശ് മണിക്കോത്ത്? അത്തരം തീരുമാനങ്ങൾ എടുത്ത് അതിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് കേരളത്തിന് തെറ്റായി, അല്ലെങ്കിൽ കേരളത്തിന് എന്തോ തെറ്റ് ചെയ്തു എന്ന ഭാവത്തിൽ അതിന്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ രഹസ്യ നീക്കം നടത്തിയെന്ന നീതി ആയോഗ് മുൻ സിഇഒയുടെ വെളിപ്പെടുത്തൽ വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്നത് എന്നത് തെളിവ് സഹിതം പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ ചില വീഴ്ചകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ തിരുത്തൽ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു സംസ്ഥാനത്തെ, അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനുള്ള ന്യായീകരണങ്ങളാകുന്നില്ല. അല്ല, ഇത് കേരളത്തിലെ നമ്മളെ ഭാരതീയ ജനതാ പാർട്ടിയെ ഏറ്റവും അധികം ദ്രോഹിക്കുന്നത് ഇന്ന് ബംഗാളിലെ ഗവൺമെന്റാണ്, തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ്. അപ്പൊ അവർക്കാണ് ഫസ്റ്റ് കൊടുത്തത്. 40,000 കോടി കൊടുത്തിരിക്കുന്നവർക്ക് റവന്യൂ ഗ്രാന്റ്. കേരളത്തിന് 2ാം സ്ഥാനമേ ഉള്ളൂ, 37,000 കോടിയേ ഉള്ളൂ. ഇതൊക്കെ വെറുതെ പ്രചരണമാണ്. പിന്നെ വേറൊന്ന് പറഞ്ഞുതരാം. ഈ സുബ്രഹ്മണ്യം പറഞ്ഞത് നീതി ആയോഗിന്റെ ഇത് 2014 അയാൾ കേട്ടു എന്നാ പറഞ്ഞത്. ഇത് 2024 മേഡം. ഇത്രയും നാൾ ഇദ്ദേഹത്തിന്റെ വായനെന്താ പഴായിരുന്നോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? പിന്നെ വേറൊന്ന്, 32% എന്നുള്ളത് ഈ പറയുന്നവരാണല്ലോ ശ്രീ രമേശ് മണിക്കോത്ത് തീരുമാനിക്കേണ്ടത്. പക്ഷേ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇന്ന് ഉയർത്തുന്ന വിഷയങ്ങൾ അതിലേതാണ് അനാവശ്യമായിട്ടുള്ളത്? റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള അവഗണനകൾ നോക്കൂ. സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിരുന്ന ആനുകൂല്യം എങ്ങനെയാണ് ഇല്ലാതായത്? കോവിഡിന്റെ മറവിൽ ഗ്യാസിന്റെ സബ്സിഡി എടുത്തു കളഞ്ഞു. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് അത് പുനഃസ്ഥാപിക്കപ്പെട്ടത്. ഒരു ചോദ്യവും പറച്ചിലും ഇല്ല. കിട്ടിക്കൊണ്ടിരുന്ന സബ്സിഡി ഇല്ലാതായി. അതേപോലെ സീനിയർ സിറ്റിസൺസിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യമായിരുന്നു അവരുടെ യാത്രയ്ക്ക് കിട്ടിയിരുന്ന ഈ ഇളവ്. പക്ഷേ അതില്ലാതായി. എന്താണ് അതിന്റെ ന്യായീകരണം? കാരണം ആരെങ്കിലും അറിഞ്ഞോ? കോവിഡിന്റെ മറവിൽ തന്നെയാണ് പാസഞ്ചർ ട്രെയിനുകളുടെ നിരക്കുയർത്തിയത്. ആരും ഒന്നും പറഞ്ഞില്ല. ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. അതറിയാം. നമുക്കിപ്പം വെള്ളത്തിന് നമ്മൾ എത്രയാ കൊടുക്കുന്നത്? 3 രൂപ കൊടുത്തെടുത്ത് 300 രൂപയെ കൊടുക്കുന്നത്. അത് ആനുപാതികമായ വർധനവുണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് എല്ലാ മേഖലയിലും ഉണ്ടാവും. ആനുപാതിക വർധന സീനിയർ സിറ്റിസൺസിന് കിട്ടിക്കൊണ്ടിരുന്നത് പാടെ എടുത്ത് കളഞ്ഞതാണോ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യം? അതേപോലെ തന്നെയാണ് തൊഴിലില്ലായ്മ. നിങ്ങൾ എത്ര തൊഴിൽ ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവരാണ്. അതെ, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പൊ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 4,000 കോടി കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ കൊടുത്തിരിക്കുകയാണ്. കേരള ഗവൺമെന്റ് സ്വപ്നത്തിൽ പോലെ അറിയാത്ത കൊടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നന്ദി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഇവിടെ കൊടുക്കുന്ന കാര്യമല്ല ശ്രീ രമേശ് മണിക്കോത്ത് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ഈ ഗിമ്മിക്കുകൾക്കപ്പുറം കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. കേന്ദ്ര പദ്ധതികളിൽ പോലും വിഹിതം അനുവദിക്കുന്നില്ല. അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരം. ജനങ്ങൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തരം കാര്യങ്ങളുമായി ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ അവർ അറിയാതെ അതിൽ കണ്ണി ചേർന്ന് പോകും. അല്ല, കണ്ണി ചേർന്നോട്ടെ, കുഴപ്പമില്ല. ഇതില് ഈ ധനകാര്യ ഇഷ്യൂല്, ഈ ഫണ്ട് ഇഷ്യൂല് ഡിബേറ്റിന് വേണ്ടി പ്രകാശ് ജാവദേക്കർ ഇന്നലെ ഇവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇംഗ്ലീഷിലായതുകൊണ്ട് ഇവർക്ക് മനസ്സിലായോ എന്നറിയില്ല. ഇതുവരെ 24 മണിക്കൂറായിട്ട് ഒരാളും അതിന് തയ്യാറായിട്ടില്ല. ഒരാളും അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. നിങ്ങൾ ചർച്ച ചെയ്യൂ, ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. അത് നിങ്ങൾ മനുഷ്യജനങ്ങൾ പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ധനകാര്യ കമ്മീഷന് പേപ്പേഴ്സ് കൊടുക്കണം, മറുപടി കൊടുക്കണം. നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം നിങ്ങൾ താങ്കൾ ഉത്തരം പറയണം. ഒന്ന്, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതെ ഡൽഹിയിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് മുന്നോടിയായി ഇങ്ങനെ സമരം ചെയ്യാൻ പോയാൽ അതിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ധവളപത്രം ഇറക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. എന്താണ്? നേരത്തെ ധനമന്ത്രി വെല്ലുവിളിച്ചു, ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ വെല്ലുവിളിച്ച കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്താണ് മറച്ചു വെക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇത് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ട്? പിന്നെ
അജി കുര്യാക്കോസ് ഉയർത്തിയ ഒരു കാര്യം, കൈ കൊടുക്കുന്നു, ഇവിടെ കൈ കൊടുക്കുന്നു, അവിടെ സമരത്തിന് വിളിക്കുന്നു, അതിലുള്ള വൈരുദ്ധ്യം. രേണുക, നീതി ആയോഗിന്റെ പ്രസക്തമായ ഒരു കാര്യം രേണുക ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. നീതി ആയോഗിന്റെ CEO ആയിട്ടുള്ള ഒരു വ്യക്തി ധനകാര്യ കമ്മീഷന്റെ 14ാം ധനകാര്യ കമ്മീഷനിൽ ഇടപെട്ടുകൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാവുന്ന ധനവിഹിതം വെട്ടിക്കുറക്കാൻ വേണ്ടി ഗൂഢാലോചനയിൽ ഏർപ്പെട്ടു എന്ന വലിയൊരു സംഗതി പുറത്തു വന്ന ഒരു ദിവസമാണ് ഇന്നലെ. ഞാൻ കരുതിയത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP-യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിനിധികൾ കേരളത്തിന്റെ ആ ആവശ്യങ്ങളെ കുറച്ചുകൂടി ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കും ഇന്നത്തെ ചർച്ച എന്നാണ് ഞാൻ കരുതിയത്. കാരണം നമ്മളെല്ലാവരും ബേസിക്കലി അടിസ്ഥാനപരമായി കേരളീയരാണല്ലോ. അപ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരുമിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, പക്ഷേ സാന്ദർഭികമായി ഞാൻ പറയട്ടെ, കേന്ദ്രത്തോട് ഒരു മലയാളി ചോദിക്കേണ്ട ചോദ്യങ്ങളെ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ അവതാരക രേണുക ഉന്നയിച്ചതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്നലെയാണ് കറക്റ്റായി വോയിസ് പുറത്തു വന്നു. ധനകാര്യ കമ്മീഷൻ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തതാണ്. 2004 പുറത്തു വന്ന വാക്കുകളാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെല്ലാം തെറ്റിദ്ധാരണ പുലർത്തുന്നതാണ്. ഇതാ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് കേരളത്തിന് അർഹമായ ധനവിഹിതം തരാത്തത്? എന്തുകൊണ്ടാണ് തരാത്തത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇന്ന് ജനസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ നാം ഇന്ന് കണ്ട 20 ലക്ഷത്തിലേറെ ജനങ്ങൾ അണിനിരന്ന മഹാസാഗരത്തിന്റെ ഒരു സമരം നാം ഇന്ന് കണ്ടു. അതുപോലെയുള്ള നിരവധി സമരങ്ങൾ കേരളം ഇതാ ഇന്ത്യക്ക് മുമ്പിൽ കാണിക്കാൻ പോവുകയാണ്. ഇതാ ഫെബ്രുവരി 8-ന് മന്ത്രിസഭ ഒന്നടങ്കം ഡൽഹിയിൽ പോയി സമരത്തിന് തയ്യാറാവുകയാണ്. പിന്നെ റജി കുര്യാക്കോസ് പറഞ്ഞ കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ആതിഥ്യ മര്യാദയോടെ സ്വീകരിക്കുക എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കടമയാണ്. ഏതൊരു രാഷ്ട്രീയമായ വിയോജിപ്പ് ഉണ്ടെങ്കിലും, അതല്ലെങ്കിൽ നയപരമോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ആശയപരമായോ എന്തുള്ള വിയോജിപ്പ് ഉണ്ടെങ്കിലും കേരളത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ ഫെഡറൽ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുക, ആദരിക്കുക എന്നുള്ളത് കേരളത്തിന്റെ കടമയാണ്. അതിന് പിറകിൽ മറ്റൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുമില്ല. ഈ കേന്ദ്രത്തെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ തത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ ഇന്നും നാളെയും അദ്ദേഹത്തെ ആതിഥ്യ മര്യാദയോടുകൂടി കേരളം സ്വീകരിക്കും. ശരി, ശ്രീ അജി കുര്യാക്കോസ്, ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ചില ഒത്തുതീർപ്പുകളെ കുറിച്ച് വാചാലനാകുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് ആവർത്തിക്കുകയാണ്. നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രി കൈകൊടുത്ത കാര്യം താങ്കളും സൂചിപ്പിച്ചുവല്ലോ. ഇന്ന് താങ്കൾ കണ്ടുവോ എന്ന് എനിക്ക് അറിയില്ല, മനുഷ്യച്ചങ്ങലയുടെ ദൃശ്യങ്ങൾ കണ്ടിരുന്നോ? മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ഉൾപ്പെടെ ഉള്ളവർ അതിൽ കണ്ണി ചേർന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. കേരളത്തിന് വിഹിതം അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞിരിക്കും. പക്ഷേ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടടുത്ത് അത് രേഖപ്പെടുത്തും എന്നത് അല്ലേ മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും ഉൾപ്പെടെയുള്ളവർ? താങ്കൾ ദൃശ്യം ഇപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇങ്ങനെ മനുഷ്യച്ചങ്ങല തീർക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുണ്ടെങ്കിൽ ഒരു ആരോപണം നേരിടുന്ന ഈ ഘട്ടത്തിൽ അവർക്ക് തെരുവിൽ ഇങ്ങനെ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ രണ്ടാമത് പറയാം. ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയാം. കൂടുതലായിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും UGC ഗ്രാൻഡ് കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സംസ്ഥാന സർക്കാരുകളോട് പറഞ്ഞു, നിങ്ങൾ പൈസ കൊടുത്തോളൂ, ഞങ്ങൾ പൈസ നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. 2017 കഥയാണ് ഈ പറയുന്നത്. പക്ഷേ 2022 മാർച്ച് 30-ന് മുമ്പായിട്ട് ഈ കണക്കുകൾ ബോധിപ്പിക്കണമെന്നും കണക്ക് ബോധിപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാമെന്നും പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഈ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് 2000 കോടി രൂപയാണ് കേരളത്തിൽ ഇന്നും കിട്ടാതെ കിടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കണക്കുകൾ അവതരിപ്പിച്ച് കണക്കുകൾ ബോധിപ്പിച്ച് പൈസ വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്തം ആരുടെയാണ്? കേന്ദ്ര സർക്കാരിന്റെയാണോ കേരള സർക്കാരിന്റെയാണോ? ഞാൻ ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞത്. രണ്ടാമത്, ഇപ്പം ഇദ്ദേഹം പറഞ്ഞു ഈ ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ആഴ്ചയിൽ കല്യാണങ്ങൾക്ക് പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ എല്ലാ ആഴ്ചയും പോയിട്ട് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും ഫെഡറൽ സംവിധാനത്തിൽ പറഞ്ഞിട്ടില്ല. ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു നോക്കുകയാണെങ്കിൽ ഗവർണർ പോയാലും മതി പ്രധാനമന്ത്രി വരുമ്പോൾ. അപ്പൊ അതൊക്കെ വിട്ടുകളാണ്, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ 4000 കോടി രൂപയുടെ പ്രൊജക്ട് പ്രഖ്യാപിച്ചപ്പോൾ
ആ പ്രൊജക്ട് പ്രഖ്യാപിച്ചു. അത് നടക്കാൻ പോകുന്നില്ല, പക്ഷെ പ്രഖ്യാപിച്ചപ്പോൾ അത് നന്ദി പറഞ്ഞ ശ്രീ പിണറായി വിജയൻ ആ വേദിയിൽ വെച്ച് ആവശ്യപ്പെടേണ്ട 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവിടെ വെച്ച് ബോധിപ്പിക്കണമായിരുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ, ബിഷപ്പുമാരെ കേന്ദ്രത്തിൽ പോയപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചില്ല എന്ന് പറഞ്ഞല്ലോ, വാചാലമായി പറഞ്ഞല്ലോ. അപ്പൊ ഇതേ അവസ്ഥ തന്നെയാണ് ഈ കൊച്ചി. ശ്രീ അജി കുര്യാക്കോസ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞില്ല. പക്ഷേ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കാൻ കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ എന്തിനു കളയണം? നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചേരാമല്ലോ. ഇന്ത്യ മുന്നണി ഒരുമിച്ചല്ലേ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൽഹിയിൽ ഒരുമിച്ചൊരു സമരമാകാമല്ലോ. മാഡം, ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, രാഷ്ട്രീയപരമല്ലാത്ത. ഇപ്പോൾ നിങ്ങൾ സംഘപരിവാറിനെതിരെ സംസാരിക്കും, പക്ഷേ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ജിഹ്വയായി ഇവിടെ നിൽക്കുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ വിളിച്ചാൽ നിങ്ങൾ വരുത്തില്ല. നിങ്ങൾക്ക് അപ്പോൾ വേറെ ന്യായം പറയും. രണ്ടാമത് ഇപ്പോൾ ഒരു യോജിച്ച പ്രക്ഷോഭമാകാമോ എന്ന് വിളിക്കുമ്പോൾ പറയും അത് വേറെ ആളെ നോക്കിക്കൊള്ളണമെന്ന് ഒരു പുച്ഛഭാവത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. ഇതൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തി പറയുന്ന സന്ദേശം ഇതാണോ? രാഹുൽ ഗാന്ധി ജോഡോയാത്ര നടത്തിയപ്പോൾ നിങ്ങളാരും പങ്കെടുത്തില്ല എന്ന് പറയുന്ന ഉത്തരം എനിക്ക് തന്നിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ. പിന്നെ മേഡം നേരത്തെ ചോദിച്ചല്ലോ, ഞാൻ ഇത് പറഞ്ഞോട്ടെ, സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയും ശക്തമായ സമര രംഗത്തുള്ളത് ഞങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ബാനറിൽ സമരം നടത്തി ഞങ്ങളുടെ ആളുകളെ കൊണ്ടുവന്ന സമരത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് പറയുമ്പോൾ അവിടെ രാഷ്ട്രീയമാണുള്ളത്. നമ്മുടെ സമയം തീരുന്നതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇടപെട്ട് മണിക്കോത്തിനോട് കൂടി ഒരു കാര്യം. ശ്രീ രമേശ് മണിക്കോത്ത്, ഇവിടെ താങ്കൾ പറഞ്ഞു ഇങ്ങനെ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ആളുകളെ നിർത്തുന്നതിന് വലിയ പാടൊന്നുമില്ല, ആര് വിചാരിച്ചാലും നടക്കുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മോദി തൃശ്ശൂരി വരുമ്പോൾ അവിടെ കുറച്ച് ആളെ കൂട്ടണമെങ്കിൽ വലിയ കാര്യമില്ല. പക്ഷെ അവിടെ മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനങ്ങൾ അവരുടെ യഥാർത്ഥ അവസ്ഥയും അതുമായി താരതമ്യം ചെയ്യും. കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, ചിന്തിക്കുന്നവരാണ്, അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ പുതിയ മാറ്റമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും അല്ലേ? മോദി ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കും. ഇപ്പൊ അജീബ് കുര്യാക്കോസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. 4000 കോടിയുടെ കാര്യം പറഞ്ഞു, അത് കിട്ടുമെന്നറിയാം. ഇത് മൻമോഹൻ സിംഗ് അല്ല പറഞ്ഞിരിക്കുന്നത്, ഇത് നരേന്ദ്രമോദിജിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നടത്തിയിരിക്കും. അവിടെ വരാൻ പോകുന്നത് ഹബ്ബാണ്. ഇവിടെ ദുബായിലൊക്കെ ഉള്ളതുപോലെ ഹബ്ബാണ് അവിടെ വരാൻ വന്നത്. ഷിപ്പ് റിപ്പയറിംഗ് ഹബ്ബാണ് വരാം. അതൊക്കെ വരും. 1000-കണക്കിന് ആൾക്കാർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും അവിടെ ജോലി കിട്ടും. ഇത് നടപ്പിലാക്കാത്ത പദ്ധതികൾ ഒന്നും മോദിജി ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള ജോലി എവിടെ, പുതിയ ജോലി എവിടെ, പിന്നെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ പൈസ, അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ട് ഇനി അതിലേക്കൊന്നും പോകാൻ കഴിയാത്തത് കൊണ്ടാണ്. ശരി, ശ്രീ രമേശ് മണിക്കോത്ത്, ശ്രീ അജി കുര്യാക്കോസ്, ശ്രീ ഷമീർ TP ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ ക്ഷേത്ര ചടങ്ങുകളുടെയൊക്കെ തിരക്ക് കഴിയുമ്പോഴെങ്കിലും പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളിൽ ഉയരുന്ന ഇത്തരം ജനകീയ പ്രതിഷേധങ്ങൾ കാണുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്ന് ഗൾഫ് 18 പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, മനുഷ്യ ചങ്ങലയിൽ കേന്ദ്രത്തിന്റെ കണ്ണ് തുറക്കുമോ എന്നതാണ്. അതേ എന്ന് പറയുന്നവർ വെറും 15% പേർ മാത്രമാണ്, അല്ല എന്ന് പറയുന്നു 85% പേർ. മറ്റൊരു വിഷയവുമായി ഗൾഫ് 18 നാളെ. നമസ്കാരം.